നമസ്കാരം. ഈ ഓഫീസ് എടുത്തതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ചിലപ്പം ഗിരീഷ് അടിച്ചുകൊണ്ട് പോകും. അത് വേണ്ട. പുള്ളി അവിടെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി മറ്റേ അവിടുത്തെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഫ്ലാറ്റ് എടുത്ത് കൂട്ടി വരാനുള്ള പരിപാടിയായിരുന്നു. 2 മാസം മുമ്പ് ഞാനെ വിളിച്ച് പറഞ്ഞ് പരിപാടി നിർത്തിക്കോളാൻ പറഞ്ഞു. നല്ല ഓഫീസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഞാനിവിടെ വന്നു കണ്ടു, അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഓൺ ദ സ്പോട്ട് ഡിസിഷൻ എടുക്കാൻ പറഞ്ഞു. അന്ന് തന്നെ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു മാറ്റർ. ഇപ്പോൾ ഇതൊക്കെയാണ് ചില ഡിസിഷൻ മേക്കിങ്. നമ്മൾ ഡിലേ ആയി കഴിഞ്ഞാൽ എല്ലാം ഡിലേ ആവും. ഇത് ആ ഒരു ഫാസ്റ്റ് ഡിസിഷൻ്റെ പുറത്താണ്. ഇത് വിത്തിൻ 2 months അല്ലേ, 2 മാസം എടുത്തിട്ടുള്ളൂ. ഇത്രയും ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. എവിടെയെങ്കിലും നമ്മളൊരു സ്പേസ് കണ്ടുപിടിച്ച് ഇൻറ്റീരിയറൊക്കെ ചെയ്തൊക്കെ വരുമ്പോൾ എങ്ങനെ പോയാലും 3-4 months എടുക്കും. ഇത് ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയത് അതിന് ഞാൻ കൈ കൊടുക്കുന്നുണ്ട്. ഇത് എക്സിക്യൂട്ട് ചെയ്തതിന് കാര്യമല്ല. നമ്മുടെ മുന്നിലുള്ള വലിയൊരു ഹഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പുതിയ ഓഫീസിൻ്റെ ഇത് തുടങ്ങി. അപ്പം നമുക്ക് 3 yearsനുള്ളിൽ എന്താണ് നമ്മുടെ ഒരു ഡ്രീമിലുള്ളൊരു ഓഫീസിലേക്ക് പോവുകയാണ്. ഇപ്പോൾ അതിനിടയ്ക്ക് നമ്മളൊരു പുതിയ ഓഫീസ് എടുത്താലും അവിടെ ഈ ഇൻറ്റീരിയറൊക്കെ ചെയ്യാൻ നമുക്കൊരു മടിയുണ്ടാവും. കാര്യം അത് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് റിട്ടേൺ എടുക്കണമെങ്കിൽ ഒരു 10 years എങ്കിലും യൂസ് ചെയ്യണം. അവിടെയാണ് നമുക്ക് കറക്റ്റ് സ്പേസ് ഇതെല്ലാം അവർ തന്നെ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയും തന്ന് കൊണ്ട് ചെയ്തത്. അതുകൊണ്ട് ഇതിൻ്റെ എന്താണ് സ്പേസ് പ്രൊവൈഡേഴ്സിനും സ്പെഷ്യൽ നന്ദി പറയുകയാണ്. First of all, I would like to congratulate the design team for having such big projects actually. I still remember the black days. Market was so down few years back. We were all struggling, but we could get out of the mess. ഇന്ന് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും ടോപ്പ് കമ്പനീസ് മൊത്തം they are joining hands with Aries. ഞാൻ കഴിഞ്ഞ ആഴ്ച സിംഗപ്പൂർ ഉണ്ടായിരുന്നു. We were myself and Rakesh were there. We were just for 5 days. അതിൽ നമ്മുടെ ഓഫീസ് ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു അവിടെ പുതിയത്. ശരിക്കും 4.5 days ഒരു മാർക്കറ്റിംഗ് ഡ്രൈവിൽ വി മെറ്റ് 33 companies, all top companies. Everyone are so happy with our service. ആൻഡ് അവർ അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. നമ്മളുടെ എയിംബ്രിയുടെ ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ ദേ ആർ ഓൾ സോ ത്രിൽഡ്. ദാറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് ഏരീസ് ഇൻ ടു എ ടോട്ടലി ഡിഫറെൻറ്റ് ലെവൽ. കാര്യം അതൊരു മിനിമം 5 year ജേർണി ആയിരിക്കും ഈ ഒരു പ്രോസസ്സോടെ. ഇൻറ്റഗ്രേറ്റഡ് ട്രെയിനിങ് സിസ്റ്റമാണ് അത്. ഏരീസിലും നിങ്ങളും എല്ലാം അതിൻ്റെ പാർട്ടാകാൻ പോവുകയാണ്. കാര്യം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തിയും നിങ്ങൾ വർക്ക് ചെയ്യുക ആയിരിക്കത്തില്ല, നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. നിങ്ങളൊരു 5 വർഷം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് യു ബിക്കം എ മാസ്റ്റർ ഇൻ ദറ്റ് ഫീൽഡ് വിത്ത് എ പ്രോപ്പർ ഇൻഡസ്ട്രിയൽ സർട്ടിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ 20 years ആവുന്നവർക്ക് യു ക്യാൻ ഹാവ് ദ ഇൻഡസ്ട്രിയൽ ഡോക്ടറേറ്റ്. ഇൻവെൻഷൻസിന് നമുക്ക് പോകാം ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് തന്നെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഫൈനൽ ഗോള്, നമ്മുടെ ഇപ്പോൾ പുതിയ ഓഫീസെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതും ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. മാസം ശമ്പളം കൊടുക്കലല്ല നമ്മളുടെ ഉദ്ദേശം. ശമ്പളം കൊടുത്ത് ആരെയും ഹാപ്പിയാക്കാൻ പറ്റത്തില്ല. നിങ്ങളെ ഹാപ്പിയാക്കാൻ എന്ത് ചെയ്യണം? ഹാപ്പിയാക്കാൻ വേണ്ടിയുള്ള എലിമെൻസിൽ ഒന്ന് സാലറി ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എങ്ങനെ ഹാപ്പി ആക്കാമെന്നതിൻ്റെ റിസർച്ചാണ്. അതിനകത്ത് വേണം 1-2 പേർക്ക് ഡോക്ടറേറ്റ് എടുക്കാവുന്നതാണ്. അതായത് ഹാപ്പിനെസ് ഇൻഡെക്സ് കൂട്ടാനുള്ള ഓരോ മാർഗ്ഗങ്ങളും നോക്കുക. കാര്യം എൻ്റെ അടുത്തിട്ട് നമ്മൾ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ ഈ വർക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രൈം ടൈം മുഴുവൻ കൊണ്ടുവന്നിട്ട് ഓഫീസിൽ സ്പെൻഡ് ചെയ്തിട്ട് അവസാനം തിരിച്ചു പോയി അൺഹാപ്പി ആയിട്ട് കിടന്നുറങ്ങുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് ഓഫീസിനുള്ളിൽ തന്നെ എങ്ങനെ ഹാപ്പി ആയി പോവുക, ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഒരു നമ്മളുടെ തന്നെ ഒരു 1 world 1 religion എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പം ആദ്യം ആ ഒരു കൺസെപ്റ്റിലേക്ക് പോകണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു കൺസെപ്റ്റ് വരണ്ടേ. അപ്പം നമുക്ക് എല്ലാവർക്കും ഈ റിലിജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ റിലിജിയനിലും ഒരു തരം ജീവിത തത്വസംഹിതയുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നു. ഇന്ന് വരെ ഒരു മതത്തിലും പോയിട്ട് ജീവിച്ച് ആരും ഹാപ്പിയായി വന്നിട്ടില്ല. എവിടെയും പ്രശ്നമാണ്. നിങ്ങളെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ ഒരു റിലിജിയനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടിട്ട് നമുക്ക് എഫീസിനെ നമുക്കിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിനകത്ത് എങ്ങനെ ഹാപ്പിയാവും. നിങ്ങളുടെ അൺഹാപ്പിനെസ് പറഞ്ഞാലല്ലേ നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എവിടെയൊക്കെയാണ് നിങ്ങളുടെ പ്രോബ്ലം ഉള്ളത് പറയുക. ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചുകൂടി ഉഷാറാവുക. ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹം കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഹാപ്പി ആവുന്നതിനെ കുറിച്ച് ആലോചിക്കാം. നമ്മുടെ പഴയ ഓഫീസ് ആകെ കൺജസ്റ്റഡ് ആയിരുന്നു. അതിനിപ്പോൾ അവിടെ കുറച്ച് സ്പേസ് കിട്ടും. നമ്മൾ ഹാപ്പി ആവാൻ ആദ്യം വേണ്ടത് കുറച്ച് ബ്രീത്തിങ് സ്പേസാണ്. അതിവിടെയുണ്ട്. ഇവിടെ പിന്നെ കുറേ എൻ്റർടൈൻമെൻറ്റിൻ്റെ വകുപ്പുകളൊക്കെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് മറ്റു ഓഫീസിലൊക്കെ പ്രശ്നം തുടങ്ങും. അവർക്കും ഫെസിലിറ്റീസൊക്കെ വേണമെന്നുള്ളൊരു ആഗ്രഹങ്ങളൊക്കെ വന്നു തുടങ്ങും, ആവശ്യങ്ങൾ വരും. അതൊക്കെ നമുക്ക് സാധിച്ചു കൊടുക്കണം. അപ്പം ഏതായാലും ഇന്നത്തെ ദിവസം മറ്റു നെഗറ്റീവ്സ് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാം നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ ഈ ഓഫീസിൽ. ഇവിടെ നിന്ന് നമുക്ക് പുതിയ മേഖലയിലേക്ക് പോയി വലിയ ക്ലയൻസിനെ, ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ 1-2 ഇതുപോലുള്ള പ്രോജക്ട്സ് അല്ല നമുക്ക് അനൗൺസ് ചെയ്യേണ്ടത്. ടോപ്പ് 500 കമ്പനീസിൻ്റെ 50% എങ്കിലും നമ്മളുടെ ഓഫീസിലായിരിക്കണം ചെയ്യപ്പെടുന്നത്. ബാക്കി 50% നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എടുത്താൽ മതി. വി ഹാവ് അച്ചീവ്ഡ് ഓൺലി 10%. അതിനെ 50%ലേക്ക് എത്തിക്കുക. ഈ 10% എന്ന് പറഞ്ഞാൽ അതിൻ്റെ പല ക്ലയൻസിൻ്റെയും
10% പോലും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ 700 ഷിപ്പ് ഉണ്ടെങ്കിലും അതിനകത്ത് ചിലപ്പോൾ 20 ഷിപ്പേ നമ്മൾ ചെയ്യുന്നുണ്ടാവും. നമുക്ക് വേണ്ടത് 700 ഷിപ്പ് ഉണ്ടെങ്കിൽ 700 ഷിപ്പ് നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മുടെ മുന്നിൽ 100 ടൈംസ് വളരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വേണ്ടത് ഇപ്പോൾ ഉള്ളത് താഴേക്ക് പോകാൻ നോക്കിയാൽ മതി. ഇപ്പോൾ ഉള്ള നമ്മുടെ സർവീസ് വെച്ച് തന്നെ ഇൻഡസ്ട്രി ഈസ് ഹാപ്പി. അപ്പം ഒന്ന് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ ഇനിയും നമുക്ക് ഗ്രോ ചെയ്യാം. താഴേക്ക് പോകാൻ നോക്കുക, അതാണ് ഏറ്റവും വേണ്ടത്. അതിന് ആദ്യം വേണ്ടത് ക്യാരക്ടർ കുറച്ചുകൂടെ എല്ലാവരും കുറച്ചുകൂടെ പ്രൊഫഷണലാവുക. പ്രൊഫഷണൽ ക്യാരക്ടറിലേക്ക് നമ്മൾ മോൾഡ് ചെയ്യുക. നമ്മുടെയൊക്കെ ഉള്ളിൽ കുറേ നമ്മളെ ആവശ്യമില്ലാത്ത രീതിയിൽ തിങ്ക് ചെയ്യിപ്പിക്കുന്ന നെഗറ്റീവിസം ഉണ്ടാവും. FSത്തിനകത്തൊരു 100 ക്യാരക്ടർ ഡെഫിഷ്യൻസീസ് ഇല്ല. അത് ഒന്ന് ദയവായി എടുത്ത് സ്വയം ചെയ്യുക, സുഹൃത്തിനെ കൊണ്ട് ചെയ്യിക്കുക. അത് മെല്ലെ എങ്ങനെ കറക്റ്റ് ചെയ്ത് നല്ല ഒരു ടാർഗറ്റ് ചെയ്യുക. നമ്മുടെ പുതിയ ഓഫീസിലേക്ക് എല്ലാവരും മാറുന്ന സമയത്ത് ഒരു പുതിയ പ്രൊഫഷണലായിട്ട് 3 വർഷം കൊണ്ട് നിങ്ങൾ മോൾഡ് ചെയ്ത് അതിനുള്ളിലേക്ക് എല്ലാവരും ഒരേ മനോഭാവത്തോടു കൂടി ദയവേത് ഇതിനുള്ളിലെങ്കിലും ജാതി മത ചിന്തകളൊന്നുമില്ലാതെ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചു, ഐ ഡോണ്ട് കെയർ. പക്ഷേ ഏരിയസിനുള്ളിലെങ്കിലും എല്ലാവരും ഒരുപോലെ ഒരു കുടുംബം പോലെ കഴിഞ്ഞ് എല്ലാവർക്കും മാതൃകയായിട്ട് ഒരു ഫാമിലിയായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.